നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാ അടുക്കളകളുടെയും ഒരു മെയിൻ പ്രതിസന്ധിയാണ് അടുക്കള മാലിന്യം വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പലരും പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് വ്യാപകമായിട്ട് ബയോ വേസ്റ്റ് ബിൻ യൂസ് ചെയ്തിരുന്നു. അത് പറഞ്ഞ മാതിരി ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചിലവർക്ക് ഉണ്ടായിരുന്നു, ചിലർക്കത് സക്സസ് ആണ്. അപ്പം ഞാൻ ഈയിടെ അടുത്തായിട്ടാണ് ബയോ വേസ്റ്റ് ബിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനിപ്പം 2 തവണ അതിൻ്റെ കമ്പോസ്റ്റ് എടുക്കുന്നു. എനിക്ക് നല്ല കമ്പോസ്റ്റ് ചെടി ധാരാളം ഉള്ളതുകൊണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പം ഞാൻ എൻ്റെ കമ്പോസ്റ്റും കാര്യങ്ങളും ബിന്നും കാര്യങ്ങളും ഇടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഈ വേസ്റ്റേജ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയൊരു നെറ്റിലാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയൊരു നെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ വേസ്റ്റ് നമ്മളെ ബിന്നിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബയോ വേസ്റ്റ് ബിൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ സ്ഥിതി ഇതാണ്. ഓരോ ലെയർ വേസ്റ്റ് ഇട്ടാലും അതിൻ്റെ മുകളിൽ ഇനാക്കുലം ഇടുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പം ഇനാക്കുലം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വേസ്റ്റ് ഇതിലേക്ക് തട്ടുകയാണ്. വേസ്റ്റ് തട്ടി ഞാൻ ജസ്റ്റ് വേസ്റ്റ് ഒന്ന് നീവണാക്കി കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ഇനാക്കുലം. ഇനി ഞാൻ ഇനാക്കുലം ചാക്ക് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് അവർ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എടുത്തതാണ്. 250 രൂപയാണ് ഈ ചാക്കിൻ്റെ വില. അപ്പം ഇനാക്കുലം എന്ന് പറഞ്ഞാൽ നമ്മളെ ചകിരിച്ചോറ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ചകിരിച്ചോറ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കും. ചെറിയ തോതിൽ വെതറി കൊടുത്താൽ മതി. സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെതറി കൊടുക്കുന്നത് നമ്മൾ. ഇത് നമ്മളിതാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെതറി കൊടുക്കുക. എന്നിട്ട് അതിനൊരു ലിഡ് ഉണ്ട്. ആ ലിഡ് വെച്ച് അടച്ചു വെച്ചാൽ സ്മെല്ല് കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നതല്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 ലെയർ ആയിട്ടാണുള്ളത്. ഓരോ ലെയർ ഫില്ലാവുമ്പോഴും നെക്സ്റ്റ് ലെയർ കയറ്റി വെച്ചിട്ട് അതിൽ വേസ്റ്റ് ഇടുക ചെയ്യുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 3rd ലെയർ ഫില്ലാവാനായി. അപ്പോൾ 3rd ലെയർ ഓൾമോസ്റ്റ് ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് താഴത്തെ ലെയർ, ഏറ്റവും താഴെയുള്ള ലെയർ ഓൾമോസ്റ്റ് നമ്മളെ കമ്പോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാറ്റി ഒരു ചാക്കിലേക്ക് ആക്കി വെച്ചാൽ ചെടിക്ക് അത് കുറച്ചായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരുപാട് പുഴുക്കളുണ്ടാവും. അപ്പോൾ പുഴുക്കൾ വേണമെങ്കിൽ നമുക്ക് കുറേയൊക്കെ മീനിനും കോഴി ഉണ്ടെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഒഴിവാക്കുക ചെയ്യാറ്. എനിക്കിവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ മീനുകൾക്ക് കൊടുക്കും കുറേ. അപ്പോൾ എനിക്കിതുവരെ നല്ല ഉപയോഗത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കമ്പോസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്പം ഇത് താഴത്തെ ബിന്ന് കാലിയാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ അടുക്കള വേസ്റ്റ് ആണല്ലോ നമുക്ക് വലിയൊരു തലവേദന. ഇതിപ്പോൾ സക്സസ് ആയിട്ട് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. നല്ല രീതിയിൽ നല്ല സ്മെല്ലില്ല, കാര്യങ്ങളില്ല. നമുക്ക് ചെടി ഉണ്ടെങ്കിൽ ചെടിക്ക് കമ്പോസ്റ്റായിട്ട് വളമിടാനും മീനിനും കോഴിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈ പുഴുക്കളെ കൊടുക്കാനും ഒക്കെ നല്ല ഉപയോഗമാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വിശേഷം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓക്കെ, കാണാം ഇനി അടുത്ത വീഡിയോ. ബൈ.